മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് MDMA പിടികൂടി. എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 2 പേരെ MDMAയുമായി പിടികൂടിയത്. വിവരങ്ങളുമായി ചേതൻ സായഞ്ചേരിയാണ്. ചേതൻ, എന്താണ് സംഭവം? എവിടെയാണ് പിടികൂടിയത്? എത്ര ഗ്രാമോളം വരുന്ന MDMA ആണ് അവരിൽ നിന്ന് പിടികൂടിയത്? അജിംഷാദ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പന്തീരങ്കാവിലെ ടോൾ ബൂത്തിന് സമീപമാണ്. ഇവിടെ വെച്ചാണ് അല്പസമയം മുമ്പ് എക്സൈസിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. 2 പേരെയാണ് MDMA ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് കൊണ്ടോട്ടി കച്ചേരിക്കൽ സ്വദേശി ഷഹീഖ് PK, 35 വയസ്സാണ്. അതും രണ്ടാമത്തെ പ്രതി അടിവാരം സ്വദേശിനിയായ ഫാത്തിമ നസ്രീൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എക്സൈസ് സംഘം മറ്റ് നടപടിക്രമങ്ങൾ അതിന് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വെയിറ്റ് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തണം, മറ്റ് പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം 2.5 കിലോയോളം നിരോധിത MDMA ആണ് ഇവരുടെ കയ്യിൽ നിന്നും പിടികൂടിയത്. അത് മാർക്കറ്റിൽ ഏകദേശം 3 കോടി രൂപയോളം രൂപയ്ക്ക് മൂല്യം ഉള്ള നിരോധിത MDMA ആണ് ഇവരുടെ കയ്യിൽ നിന്ന് എക്സൈസ് സംഘം അല്പസമയം മുമ്പ് പിടികൂടിയത്. ബോണറ്റിലാണോ കടത്തിക്കൊണ്ടിരുന്നത്? സാധാരണ കാറിന്റെ ബോണറ്റിലാണ് ഇത് കടത്തിക്കൊണ്ട് വന്നത്. അപ്പോഴാണ് പോലീസ് പിടികൂടിയത് എന്നാണ് സാഹചര്യങ്ങൾ അനുസരിച്ച് കാണാനാകുന്നത്. അതെ അജിംഷാദെ, ഈ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിന് എക്സൈസ് ഇന്റലിജൻസും രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇവർ മണിക്കൂറുകളായി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. കാറിൻ്റെ ബോണറ്റ്, അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ കാറിൻ്റെ ബോണറ്റിൽ വെച്ചാണ് ഇത്തരത്തിൽ MDMA പിടികൂടിയത്. മറ്റൊരു കാര്യം പറയേണ്ടത്, 2 പ്രതികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൽ രണ്ടാമത്തെ പ്രതിയാണ് ഈ ഫാത്തിമ നസ്രീൻ. ഈ ഫാത്തിമ നസ്രീൻ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണ്. പ്രധാനമായും റിലേഷൻഷിപ്പിന്, അതായത് പ്രണയബന്ധങ്ങൾക്ക് മറ്റും ഉപദേശം കൊടുക്കുന്ന അത്തരത്തിൽ ഒരു റിലേഷൻ അഡ്വൈസറാണ്. സോഷ്യൽ മീഡിയയിലെ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ കൂടിയാണ് ഈ കേസിൽ പിടിക്കപ്പെട്ട രണ്ടാമത്തെ പ്രതിയായ ഫാത്തിമ നസ്രീൻ. ഇവർ 2 പേരും, ഈ ഫാത്തിമ നസ്രീനും അതുപോലെ തന്നെ ഈ ഷഫീഖ് PKയും കൂടിയാണ് ഇത്തരത്തിൽ MDMA കാറിൻ്റെ ബോണറ്റിൽ വെച്ച് കടത്തിയത്. ഏകദേശം 3 കോടിയോളം രൂപ. അന്തിമ കണക്ക് എക്സൈസ് പിന്നീട് പുറത്തുവിടുന്നതായിരിക്കും. അതിൻ്റെ ക്വാണ്ടിറ്റി അളക്കുന്ന നടപടി ക്രമങ്ങളിലാണ് എക്സൈസ് സംഘം ഇപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായി എത്ര കിലോ MDMA ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, എത്ര കോടി രൂപയുടെ മുതലാണ് ഇത് എന്ന കാര്യം പിന്നീടായിരിക്കും എക്സൈസ് സംഘം നമ്മളെ അറിയിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം അജിഷാദ്, ഈ പിടികൂടിയ പ്രതികളിൽ ഒരാളായ ഷഫീഖ് PK, ഇയാൾക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ളതായാണ് എക്സൈസ് സംഘം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇതുപോലെ സമാനമായ ഈ നിരോധിത ലഹരി മരുന്ന് കടത്ത് കേസിലെ പ്രതി കൂടിയാണ്. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി കൂടിയാണ് ഈ ഷഫീഖ് PK. ഏതായാലും ഇപ്പോൾ 2 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ വിശദമായ അന്വേഷണത്തിൽ മറ്റു പേര് ഇപ്പോൾ പോലീസ് എന്താണ് ചെയ്യുന്നത്? അതിന്റെ പ്രാഥമികമായ പരിശോധനയാണോ? ഇത് സ്റ്റാമ്പ് രൂപത്തിലുള്ളതാണോ? എങ്ങനെയാണ് അതിന്റെ പരിശോധന സംബന്ധിച്ച് ഇപ്പോൾ കാണാനാകുന്നത്? അജിംഷാദ്, പോലീസല്ല, എക്സൈസ് സംഘമാണ്, കോഴിക്കോട് എക്സൈസ് സംഘമാണ് ഇത് ഈ MDMA പിടികൂടിയത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് ആ പിടികൂടിയ MDMA അത് അറ്റാച്ച് ചെയ്യുന്ന നടപടിയാണ്. അതൊരു പ്രൊസീജിയറാണ്. മറ്റ് കോടതിയിലേക്കൊക്കെ ചെന്നാൽ അത് ഒരു പ്രൊസീജിയറാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി വിശദമായി അളക്കണം. അതുകൊണ്ടാണ് എത്ര കിലോ അത് കേസിനെ ഭാവിയിൽ ബാധിക്കും. അതിനാലാണ് ഇപ്പോൾ അവർ ബൈറ്റ് തരാത്തത്. നമ്മൾ അവരോട് പ്രതികരണം ചോദിച്ചതാണ്. അങ്ങനെ കൃത്യമായി ഒരു അളവ് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അത് തൂക്കി നോക്കിയാൽ മാത്രമേ അതിൻ്റെ കൃത്യമായ ഒരു അളവ് പറയാൻ പറ്റൂ. നമുക്ക് നമ്മൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏകദേശം 2.5 കിലോയോളം, അത് കൂടാം ഒരുപക്ഷെ കുറയാം, ഈ 2.5 കിലോയോളം നിരോധിത MDMA ആണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടിയത്. തീർച്ചയായും MDMAയുമായി യുവതിയും യുവാവും പിടിയിലായിരിക്കുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അടക്കമുള്ളവരാണ് പിടിയിലായത് പന്തീരങ്കാവിൽ. ഇതിൻ്റെ വിവരങ്ങളും തത്സമയ ദൃശ്യങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി ചേതൻ നൽകിയത്.